ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെ ചെറുതായിട്ട് പൊടിച്ചിങ്ങെടുക്കും. ചെറിയ ജാറുണ്ട് മിക്സിയുടെ, കൈ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ കൂട്ടുകാരൻ രാഹുൽ തന്നേച്ച് പോയതാണ്. ഒരുപക്ഷെ രാഹുൽ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. വേണ്ട കൂട്ടുകാരെ, നിങ്ങളുടെ സാധനമാണ് കേട്ടോ. പുള്ളി കൊല്ലംകാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് സ്പെഷ്യൽ ഐറ്റമാണ്. സ്പെഷ്യലല്ല, ഈ ദാൽ പാലക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ ദാൽ പാലക്കും നമ്മുടെ ഈ ഫിഷ് കറി ഉണ്ടല്ലോ, ഇന്നലെ വെച്ച ചൂരക്കറി ഉണ്ട്, തീർന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കമൻ്റൊക്കെ കണ്ടിരുന്നു. 1-2 പേര് വരുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആരും വന്നില്ല. സാധനം തീർന്നില്ല. ഇന്ന് രാത്രി ഇനി നാളെ പോവും മീൻ കറി. അപ്പോൾ ഇവനെ എല്ലാം കൂടെ വെച്ചൊന്ന് കടുവറക്കും. എന്നിട്ട് ദാൽ പാലക്ക് ഈ മീൻകറിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വലിയ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? മീൻകറിയുടെ കൂടെ ചൂരക്കറിയുടെ കൂടെ ദാൽ പാലക്ക് ഉണ്ടാക്കി കഴിക്കണം. നമുക്കിന്ന് അത് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ തടുക്കല കായ്ക്കുമ്പോഴേ, തടുക്കെന്ന് പറഞ്ഞാൽ ഫ്രൈ ആക്കുമ്പോൾ എന്താണ്ട് വറ്റൽമുളക് അത്യാവശ്യമാണ് ഇതിന്. ദാൽ പാലക്കിന് ആദ്യം ഒരു ശകലം ജീരകം എടുത്തൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ വേണ്ട ഈ 2-3 വറ്റൽമുളകുണ്ട്. ഒത്തിരി ഇട്ട എരിയാവും കേട്ടോ. ഇവനോട് ഒന്ന് പൊട്ടിക്കണം. അതിന് ശേഷം ചെറുതായിട്ട് പൊടിച്ച് വെച്ചതേണ്ട വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇവനെ ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്യണം. ഓക്കെ, ആവശ്യത്തിന് ചേർത്തോണം. ദാൽ പാലക്കിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അത്യാവശ്യമാണ്. ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദാലും പാലക്കും ഞാൻ സെപ്പറേറ്റ് വേവിച്ചു. ദാൽ സെപ്പറേറ്റ് വേവിച്ചു, പാലക്ക് സെപ്പറേറ്റ് വേവിച്ചു. അതിനുശേഷം ദാൽ വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പാലക്ക് വേവിക്കുമല്ലോ, ഇച്ചിരി പച്ചമുളക് ഇടണം കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി, പിന്നെ ഉള്ളി. വേണ്ട നമ്മുടെ കണ്ടോ ഇന്നലെ വെച്ചേ ഇത്രയുണ്ട്. ഒരു 3/4 ചട്ടിയോളം ഉണ്ടായിരുന്നു കേട്ടോ. 2-3 നേരം കഴിച്ചു. ഇനിയിപ്പം ചോറുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വേണ്ട മോര് ഇന്നലെ ഉണ്ടാക്കി ഇരിപ്പുണ്ട്, കുപ്പിയിലൊഴിച്ച് വെച്ച്. മോരും ഉണ്ട്. പിന്നെ ദാൽ പാലക്കും രാത്രി ചോറ് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടേ, അത് രാത്രിയിലൂടെ തികയും. വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് എന്തിനെന്നറിയാമോ കൂട്ടുകാരെ? നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇച്ചിരി സമയമൊക്കെ എടുക്കും. ഇവനൊന്ന് നോക്കട്ടെ. മീൻ ചൂടാക്കിയപ്പോൾ അതിൻ്റെ മണം അടിച്ചു കേട്ടോ. വേണ്ട ടീമുകൾ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഇവന്മാരുടെ വേളമായിരുന്നു. പിന്നെ ഇന്നലെ മീൻ ഉണ്ടാക്കിയപ്പോൾ ഇവന്മാർക്കെല്ലാം തലയും വാലുമൊക്കെ കൊടുത്തായിരുന്നു. ഒരുത്ത അവിടെ കിടപ്പുണ്ട്, ഒരു കുഞ്ഞനാ കേട്ടോ. വേണ്ട അവിടെ ഇരിക്കുക. ഉള്ളി മൂത്തതിന് ശേഷം നമ്മൾ വേണ്ട ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാലയായത് അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ചുമന്ന് കഴിയുമ്പോൾ ഏകദേശം ചുമന്നിട്ടുണ്ട് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ വേണ്ട കറി മസാല ഇച്ചിരി ഉള്ളു, ഇച്ചിരി മതി. ഇവനോട് ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ഇത് മൂത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. അത്ര ഉള്ളു പരിപാടി. ഇനിയും തക്കാളി ഇടാം. ഓക്കെ, തക്കാളി അങ്ങോട്ട് കൊടുക്കാം. മസാലയൊക്കെ അരപ്പൊക്കെ മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അല്ല പിന്നെ അത് ശരിയായിട്ട് അങ്ങോട്ട് ശരിയാവത്തില്ല. മസാല റെഡിയായി കേട്ടോ. മസാലയൊക്കെ റെഡിയായി, സൂപ്പറായി. പിന്നെ നമ്മൾ ഇറക്കി വെച്ച് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചതേ ഇങ്ങോട്ടങ്ങ് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇച്ചിരി പാത്രത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ, അതും എടുത്തിടണം. ഇനി ഇവനെ ഒന്ന് മിക്സ് ആക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ദാൽ പാലക്ക്. പക്ഷേ നമ്മൾ ഈ തടുക്കല കായ്ക്കുമല്ലോ, ഫ്രൈ സൂപ്പർ അല്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല. തടുക്കയാണ് ഇതിനകത്തൊരു ബെറ്റർ ഐറ്റം. എന്നാ ടേസ്റ്റ് എന്നറിയാം മീൻ കറി, പ്രത്യേകിച്ച് ചൂരക്കറിയായിട്ട് ചോറും മോരും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ
നമുക്ക് കഴിച്ചതായിട്ട് തോന്നും കേട്ടോ. ഇനി ഇവനെ അടുപ്പത്തോട്ട് കയറ്റി വെക്കാം. എന്നാൽ ഇനി ഞാൻ കഴിക്കാൻ പോകും. ഒത്തിരി കാത്തിരിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. മീനിൻ്റെ മണം കേട്ട് പൂച്ചകളൊക്കെ എത്തി. ആടെ നല്ല ഉണക്ക് പിന്നെ ഒന്ന് തിളപ്പിക്കണം. റെഡിയായി. ഞാൻ പാലൊക്കെ വെച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു. ഇപ്പോൾ നല്ല ടേസ്റ്റായി, ഉപ്പും പരുവത്തിനുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ. അപ്പോൾ ദാൽ പാലക്ക് എങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവനെ വാങ്ങി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ദാൽ പാലക്ക് വെക്കുന്ന എല്ലാ കാര്യം ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ദാലും പാലക്കും വേവിക്കുക. അതിന് ശേഷം പിന്നെ പ്രിപ്പയർ ചെയ്യുക, റെഡിയാക്കുക, പിന്നെ കഴിക്കുക. താങ്ക് യു.